ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഒന്നെങ്കിൽ മറ്റേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, അല്ലെങ്കിൽ വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, എക്സ്പൊണൻഷ്യൽ നോക്കി, പോയിസൺ നോക്കി, അങ്ങനെയൊക്കെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കി. അതുപോലെ ഇനിയുള്ളൊരു ഡിസ്ട്രിബ്യൂഷനാണ് ഈ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ ഇതാണ് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ. ഇത് അറിഞ്ഞിരിക്കണമെന്നില്ല, ഇത് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ ആണെന്ന് മാത്രം ഇപ്പം മനസ്സിലാക്കിയിരുന്നത്. ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഗ്രാഫും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടില്ല. ഇത് ഈ ഡോം പോലെ ഇരിക്കുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ്. ഇത് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ഗ്രാഫിൽ വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത് ഈ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ MTTFൻ്റെ ഫോർമുലയും റിലയബിലിറ്റിയുടെ ഫോർമുലയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ MTTFൻ്റെ ഫോർമുല T മീഡിയൻ e⁻²/2. അതിൽ T മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീഡിയൻ വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ 50% കോമ്പണൻസ് ഫെയിലാവാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 200 കോമ്പണൻസ് ഉണ്ടെങ്കിൽ അതിൽ 100 കോമ്പണൻറ്റ് ഫെയിലാവാൻ എടുക്കുന്ന സമയമാണ് T മീഡിയൻ എന്ന് പറയുന്നത്. അതുപോലെ S എന്ന് പറഞ്ഞാൽ ഷേപ്പ് പാരാമീറ്ററാണ്. ഷേപ്പ് പാരാമീറ്റർ ഇത് രണ്ടും ക്വസ്റ്റിന് തന്നിരിക്കും. ഷേപ്പ് പാരാമീറ്റർ ഡയറക്റ്റായിട്ട് തന്നെ മിക്കവാറും തന്നിരിക്കും. T മീഡിയൻ ഒന്നുകിൽ T മീഡിയൻ തന്നെ തന്നിരിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെ വേർഡ്സിൽ തന്നിരിക്കും. 100 കോമ്പണൻ്റ് ഉള്ളവർ 50 ഫെയിലാവാൻ ഇത്ര സമയം എടുത്തുന്നുള്ള രീതി തന്നിരിക്കും. അപ്പോൾ MTTFൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം, RFTയുടെ ഫോർമുല അറിഞ്ഞിരിക്കണം. RFTയുടെ ഫോർമുല 1 - phi of 1/s ln T/T മീഡിയൻ. നമുക്കറിയാം എന്താണ് T എന്നാണ് ടൈം, ഫോർ എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം അല്ലേ. റിലയബിലിറ്റി എപ്പോഴും പറയുന്നത് ഫോർ എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം ആണ്. ഒരു 50 ദിവസത്തേക്കുള്ള റിലയബിലിറ്റി എത്ര, അല്ലെങ്കിൽ 75 ദിവസത്തേക്കുള്ള റിലയബിലിറ്റി എത്ര, ആ T ആണ് ഈ 50, 75 ഒക്കെയാണ് ഈ Tയിൽ വരുന്നത്. T മീഡിയൻ നമുക്ക് 50% കോമ്പണൻസ് ഫെയിൽ ആവാൻ എടുക്കുന്ന സമയം T മീഡിയൻ. അത് തന്നെയാണ് അവിടെ വരുന്നത്. S വരുന്ന ഷേപ്പ് പാരാമീറ്റർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈ വാല്യൂ നമ്മൾ ഗാമ ഫംഗ്ഷൻ ചെയ്ത പോലെ തന്നെ ഈ ലോഗ് നോർമൽ ഫംഗ്ഷൻ അതിൻ്റെ ടേബിളുണ്ട്. അപ്പോൾ ഫൈ ഓഫ് ഇതിൻ്റെ വാല്യൂ, ഫൈ ഓഫ് ഈ കിട്ടുന്ന ആൻസർ അതിനൊരു വാല്യൂ കാണും. ആ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 1 - ആ ഫൈ ഓഫ് അത് ചെയ്യുമ്പോൾ നമുക്ക് ആ റിലയബിലിറ്റി കിട്ടും. അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫെറ്റീഗ് വെയർ ഔട്ട് ഓഫ് എ കോമ്പണൻറ്റ് ഹാസ് എ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. കണ്ടോ, ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് T median equal to 5,000 hours. T median 5,000 hours and S is equal to 0.2. ഷേപ്പ് ഫാക്ടർ 0.2 ആണെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് MTTF ആൻഡ് റിലയബിലിറ്റി ഫോർ 3,000 hours. MTTFും കണ്ടുപിടിക്കണം, 3,000 ഹവേഴ്സിന് വേണ്ടിയിട്ടുള്ള റിലയബിലിറ്റിയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഡേറ്റ എടുത്തെഴുതി ഇത് കിട്ടി. MTTFനുള്ള ഫോർമുല അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് കിട്ടി 5101.0700 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് MTTF കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നോട്ട് ചെയ്യാനുള്ള ഈ 5,000 5101 വളരെ അടുത്തല്ലേ. കാരണം ഒരെണ്ണം മീൻ ടൈംഡ് ഫെയിലിയർ എപ്പോഴും ഫെയിലാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, മറ്റത് 50% ഫെയിലാവാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇത് രണ്ടും വളരെ അടുത്തായിരിക്കണം ഏതാണ്ട്. അപ്പോൾ അത് ഒരു കാര്യമാണ്. പിന്നെ ഇത് നമ്മൾ റിലയബിലിറ്റി ഫോർ 3,000 hours കണ്ടുപിടിക്കാം. അത് ചെയ്തിരിക്കുന്നത് R(3,000) × 1 - നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇങ്ങനെ 1/0.2 ln 3,000/5,000 കിട്ടി. അപ്പോൾ അത് ഈ സാധനം സോൾവ് ചെയ്താൽ നമുക്ക് -0.255 വന്നിട്ട്, അപ്പോൾ 1 - phi of -0.255 കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചു. മിക്കവാറും എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ ലോഗ് നോർമൽ വാല്യൂ ഫൈ ഫംഗ്ഷൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അത് നോക്കി തന്നെ സോൾവ് ചെയ്യാൻ പറ്റും.